الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا فقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا وقل جاء الحق وزحق الباطل إن الباطل كان زحوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് മാധ്യമമായ കാണുകയാണ് വസിയത്ത് ചെയ്യുക. ഈ ഭൂമിയിലെ അല്ലാഹുവിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ സത്യജ്ഞാനം സ്വീകരിക്കുകയും സത്യവിശ്വാസം ദൃഢപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമ ഗുണഗണങ്ങൾ പ്രദർശിപ്പിച്ചു മറ്റുള്ളവർക്ക് സ്വയം സാക്ഷിയാവാനും മറ്റുള്ളവർക്ക് സാക്ഷിയാവാനും വേണ്ടിയാണ് ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് എന്നാണ് ഖുർആനിലൂടെ നമ്മൾ അറിയുന്നത്. ഈ സമൂഹത്തിന് മുസ്ലിം സമുദായം ഉമ്മത്തെ മുസ്ലിം എന്ന പേര് വെച്ചത് ഇതിലെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകനോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഈ പേര് തീരുമാനിച്ചതെന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുന്നു. ഹുവ സമ്മാതുൽ മുസ്ലിമീൻ മിൻ ഖബൽ വ ഫീ ഹാദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അയച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിലും അതിനു മുമ്പും അവനാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ എന്ന പേര് വെച്ചത്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിക്കുന്ന ഈ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു സാക്ഷിയായി പ്രവാചകനായിരിക്കാനും നിങ്ങൾ മൊത്തത്തിൽ മറ്റും മനുഷ്യ സമൂഹത്തിന് സാക്ഷിയായിരിക്കുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന നാമകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം, ആരെയും നിർബന്ധിച്ച് മുസ്ലിമാക്കില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. നിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആരെയോ കുറെ ആളുകളെ അതിനുവേണ്ടി പ്രത്യേകിച്ച് നിർബന്ധിച്ച് നിയോഗിച്ചിരിക്കുന്നു എന്ന് ധരിക്കേണ്ടതില്ല. കാരണം മനുഷ്യന് അടിസ്ഥാനപരമായി നൽകിയിട്ടുള്ള വിജ്ഞാനവും വിശ്വാസവും അതിലേക്ക് ഊതുമ്പോൾ അതിന് സമർപ്പിക്കുമ്പോഴാണ് മുസ്ലിം അവർ സ്വയം തീരുമാനിക്കുന്നത്. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കുകയും ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാം എന്ന ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്
ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനം നൽകുന്നത്. അപ്പോൾ ഒരാൾ സ്വയം പറയുക, തീരുമാനിക്കുക, ഇന്നനീ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. അപ്പോൾ അവൻ ആ സമുദായത്തിൽപ്പെട്ടത്. അപ്പോഴാണ് അവന് ഈ സമാജത്തിന്റെ ഉള്ളിലെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ പരിഗണനകൾക്കും പര്യാപ്തമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ആരെങ്കിലും സ്വയം മുസ്ലിം ആവാൻ തീരുമാനിച്ചാൽ അവനെ സ്വീകരിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുള്ളത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു തരത്തിലും ഒരു നിർബന്ധവും ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാമെന്നുള്ളതാണ്. അപ്പൊ ആരാണ് മുസ്ലിം ആവുക എന്നത് അവരവർ തീരുമാനിച്ച് അവർ മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നതനുസരിച്ച് ജീവിക്കുക, എന്നിട്ട് സ്വയം സാക്ഷിയാവുകയും മറ്റുള്ളവർക്ക് സാക്ഷിയാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആർക്കും നിർബന്ധിച്ച് ദീനിലേക്ക് വരാനുള്ള ഒരു പഴുത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങനെ വരുന്ന ഈ സമുദായത്തെ ഉത്തമ സമുദായമാണ്, മധ്യമ സമുദായമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട സമുദായമാണ് എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമകരണം ചെയ്തിട്ടുണ്ട്. ഖൈറ ഉമ്മത്തുൻ ഖൈറ ഉമ്മത്തുൻ ഉഖ്രിജത് ലിന്നാസ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. അവർ നന്മ കൽപ്പി വയഖുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വയുമിനൂന ബില്ലാഹ്. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യും. അതായത് അവർ ജീർണതയിൽ, സാംസ്കാരിക ജീർണതയുടെ ആഴങ്ങളിൽ തപ്പുന്ന ആളുകളായിരിക്കില്ല. അതുപോലെ തന്നെ തീവ്രമായ നിലപാടുകളുടെ ഉന്നതിയിൽ നിന്നിട്ട് ആളുകളെ ടെങ്ങറാക്കുന്നവരല്ല. ഇതിനിടയിൽ ഒരു മധ്യമ സമുദായം, ഉമ്മത്തം വസത, ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ആളുകളായിരിക്കും. അവര് തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമുദായമാണ് എന്നുള്ളത്. അപ്പൊ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ സമൂഹം, ഈ സമുദായം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ള നിലയിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയുമാണ്. അപ്പൊ നന്മ എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സുഗമമായ വിജയത്തിന്, ദുനിയാവിലും ആഖിറത്തിലും വിജയത്തിനാണ് നന്മ. അള്ളാഹുമായി ബന്ധപ്പെടാത്ത മനസ്സുകൾ നന്മ തിന്മകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാരണ വികലമായിരിക്കും. നന്മ എന്ന് അള്ളാഹു പറഞ്ഞതാണ് നന്മ, തിന്മയെന്ന് അള്ളാഹു പറഞ്ഞതാണ് തിന്മ. ഇങ്ങനെ ഇതൊക്കെ നന്മയാണ്, ഇതൊക്കെ തിന്മയാണ് എന്ന് തീരുമാനിക്കാനും പ്രഖ്യാപിക്കാനും ആർക്കും, മനുഷ്യരെല്ലാവർക്കും അവകാശമില്ല. അപ്പൊ അള്ളാഹ് നന്മയാണെന്ന് പറഞ്ഞത് നന്മയും അള്ളാഹ് തിന്മയാണെന്ന് പറഞ്ഞത് തിന്മയുമാണ്. അത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ആദ്യകാലത്ത് നബിയുടെ കാലത്ത് സ്വന്തം സഹോദരങ്ങൾ കല്യാണം കഴിച്ചു. ഇന്നിപ്പോ സ്വന്തം സഹോദരങ്ങൾ കല്യാണം കഴിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ബയോളജിക്കലായിട്ട്, അതായത് ശരീരശാസ്ത്രപരമായ പ്രത്യേക മാറ്റമൊന്നുണ്ടല്ലോ. നമ്മൾ പലതും പറഞ്ഞുണ്ടാക്കുന്ന അടുത്ത മുന്നിട്ട് കല്യാണം കഴിച്ച ആ രോഗം വരും, ഈ രോഗം വരും, മണകട്ട വരും. അപ്പൊ പിന്നെ അന്ന് അക്കാലത്ത് രോഗമൊക്കെ വരണ്ടേ? നബിയുടെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ നബിയുടെ കാലം വഴി ശരിയത്ത് അങ്ങനെയായിരുന്നു. അതായത് ആണും പെണ്ണുമായിട്ട് അത് സഹോദരിയായാലും മറ്റായാലും വേണം ചേർന്നാൽ മണക്കളുണ്ടാവുക എന്നൊരു പ്രകൃതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യവസ്ഥ വെച്ചു. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൊ അള്ളാഹ് നന്മയാണെന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാം, ഇപ്പൊ തിന്മയാണെന്ന് പറഞ്ഞാൽ വിചാരിക്കാം. ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കേണ്ടാക്കുന്നത് നന്മയാണ് തിന്മയാണെന്ന് അള്ളാഹ് പറഞ്ഞാൽ നന്മയും തിന്മയും. അതാണ് യഥാർത്ഥത്തിൽ മാനണം. നന്മ തീരുമാനിക്കുന്നതും തിന്മ തീരുമാനിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല. പ്രത്യക്ഷത്തിൽ നമുക്ക് നന്മയായി തോന്നുന്ന പല കാര്യങ്ങളും പലപ്പോഴും തിന്മയായി തോന്നാം, അള്ളാഹ് പറയാത്താണെങ്കിൽ. അതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് തിന്മയായി തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് നന്മയായി ഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കാത്താണെങ്കിൽ അതിങ്ങനെ എടുത്തു പറയുന്നുണ്ടല്ലോ. ചില കാര്യങ്ങൾ നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ചിലപ്പോൾ തിന്മയായിരിക്കും. കാരണം അള്ളാഹ്ക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അതായത് വല്ലാഹു അന്തുല്ലാത്ത അലമോ എടുത്ത് അല്ല പിൻകുറിയായിട്ട് പറയുന്ന അള്ളാഹ്ക്കാണ് വിവരമുള്ളത്, നിങ്ങൾക്ക് വിവരമില്ല. അതുകൊണ്ട് പറയുന്നത് കേട്ട് അനുസരിച്ചാൽ, സമർപ്പിച്ചാൽ അതിന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ഇസ്ലാം. അതിൽ വരുന്ന ഓരോരുത്തരും മുസ്ലിം ആവുക. അപ്പൊ സ്വന്തം നിലയ്ക്ക് നന്മ ചെയ്യുകയും സമൂഹത്തിൽ നല്ലത് ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രം പോരാ, മറ്റുള്ളവരെ ഇതിന് ശ്രദ്ധിക്കാതെ നടക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ഇതിന്റെ ബാധ്യതയായി തീരുമാനിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം നമസ്കരിക്കുന്നത് പോലെയുള്ള ഒരു ബാധ്യത അവനുണ്ട്. അവൻ മറ്റുള്ളവർ ഇത് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. നമുക്ക് നമസ്കരിക്കുന്നത് പോലെ, നോമ്പുപിടിക്കുന്നത് പോലെ തന്നെ ഒരു ബാധ്യതയുണ്ട്. ദഅവത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. ആരെങ്കിലും ദീനുൽ ഇസ്ലാമിലേക്ക് വരാൻ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ കുഴിവാല്? അങ്ങനത്തെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വന്തം നിലയിലുകൊണ്ട് നടക്കാൻ നിവൃത്തിയില്ല, പിന്നെ ആരെങ്കിലും വിളിച്ചാലോ അങ്ങനത്തെ ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ മനുഷ്യൻ നേരിടുമെന്ന് ഇതൊക്കെ പടച്ച തമ്പുരാൻ നേരത്തെ അറിയും.
അതുകൊണ്ട് ആ തരം സന്ദർഭങ്ങളിൽ ഏതെല്ലാം തരത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ദൗത്യം നിർവഹിക്കുന്ന മനുഷ്യർക്ക് ആത്യന്തികമായി കരുണയും നന്മയും സ്നേഹവും വിതരണം ചെയ്യുന്ന ഇസ്ലാമിന്റെ സന്ദേശം, അള്ളാഹുവിന്റെ സന്ദേശം, പ്രപഞ്ചത്തിന്റെ നാഥന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ മുന്നണി പോരാളികളായി ഈ ചരിത്രത്തിലുടനീളം പ്രവർത്തിച്ച പ്രവാചകന്മാരായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയും. പ്രവാചകന്മാരുടെ പാത, ആ പ്രവർത്തനത്തിന്റെ പാത പുഷ്പഹാരങ്ങളോ പട്ടുമെത്തകളോ ആയിരുന്നില്ല, പലപ്പോഴും മുൾക്കിരീടങ്ങളും ശരശൈലികളുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എളുപ്പം ഓരോരുത്തരും ഇത് പറയുമ്പോൾ അതൊക്കെ സ്വീകരിച്ചോളുന്നില്ല. സ്വീകരിക്കാതിരിക്കാൻ കുറെ കാര്യങ്ങളും ന്യായങ്ങളൊക്കെ ഉണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടാത്ത മനസ്സുകൾ അവരുടെ ശരീരത്തിന്റെ താല്പര്യത്തിന് പൂർത്തീകരിക്കാനുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യണം. പൈസ കിട്ടുമെങ്കിൽ അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്താലും മറ്റൊരു അവകാശമാണെങ്കിലും മറ്റുള്ള എനിക്ക് കാശ് കിട്ടണം. അപ്പൊ അവിടെ ഹറാം ഹലാൽ തീരുമാനിച്ചാൽ കാശുണ്ടാക്കാനുള്ള മാർഗം ആലോചിക്കും. നമുക്കറിയാമല്ലോ, ഒരുപാട് ആളുകൾക്ക് വിഷം കൊടുത്തിട്ട് കാശുണ്ടാക്കാം. എന്തെല്ലാം തരത്തിലെ മായങ്ങളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. വിഷാംശങ്ങളില്ലാത്ത ഭക്ഷണം ഇല്ലാത്ത, വിഷം മാത്രം ഉത്പാദിപ്പിച്ച് പണം ഉണ്ടാക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ് വരുമ്പോഴും അതിലേക്ക് തട്ടിപ്പെടും. നമുക്കറിയാം, മെഡിക്കൽ ഫീൽഡിൽ ഭയങ്കരമായ തട്ടിപ്പ് നടക്കുന്ന മറ്റൊരു ഫീൽഡ് ഡോക്ടർമാരുടെ ഉണ്ടാവും. അത് ക്ഷമിക്കുക എന്നുള്ളതാണ്. കാരണം പറയാതിരിക്കാൻ നോക്കില്ല. 1920-കളിൽ, 1910-ല്, 1930-ല്, 1950-ല്, 1900 വെച്ചിട്ട് ഈ നമ്മൾ സാധാരണ നിലയിൽ പാവപ്പെട്ട ആളുകൾ ചിലപ്പോൾ പ്രഷർ, ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളിനൊക്കെ 80, 120, 150 കുറച്ച് കണക്കുണ്ട്. ഒരു കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നു 80 മുതൽ 120 വരെയുള്ളത് നോർമലാണ്, 120-ന് മുകളിലുള്ളത് കുഴപ്പമാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിന് മുമ്പ് 90 മുതൽ 140 വരെ ആയിരുന്ന കുഴപ്പമില്ല. അപ്പൊ 90 മുതൽ 140 വരെയുള്ളതിനെ 80 മുതൽ 120 വരെ ആക്കി കഴിഞ്ഞാൽ 100 ആളുകളുള്ളതിൽ 50 രോഗികളുണ്ടാവും. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, ആലോചിച്ചാൽ മനസ്സിലാവില്ല. കാരണം ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഒരു കണക്ക് ഓരോന്നിനും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ സമൂഹത്തിൽ ഇത്ര രോഗികളുണ്ടാവും. സാധാരണ 1 ലക്ഷമുള്ള ആ സമൂഹത്തിൽ ഒരു 10-15 രോഗികളുള്ളത് ഈ റേറ്റ് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 50,000 രോഗികൾ, അല്ലെങ്കിൽ 35,000 രോഗികൾ. അപ്പൊ നാട് മുഴുവൻ ഡയബറ്റീസ് ആണ്. എല്ലാവരും പ്രമേഹ രോഗികളാണ്. അതുപോലെ എല്ലാവരും ഈ BP പേഷ്യൻസ് ആണ്. അതുപോലെ ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ കെമിസ്റ്റുകളുടെ കോർപ്പറേറ്റ് ട്യൂബാണ് തട്ടിപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഡോക്ടർമാർ ഇതൊന്നും ഗവേഷണം നടത്തിക്കാനല്ല, ഒരു സിംറ്റംസ് ഒക്കെ നോക്കി മറ്റേ കെമിസ്റ്റ് പറയണം എഴുതാണ്ട് കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞു. ഏതായാലും ഇതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ഓരോന്നിന്റെയും അറ്റോമിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അത് എങ്ങനെയാണ് ഇഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫലം ഉണ്ടാക്കുന്നത്, അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. കുറെ മരുന്നുകൾ എറിഞ്ഞ് പിടിപ്പിക്കുമ്പോൾ 10 രോഗങ്ങൾ മാറിപ്പോകും. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുറെ രോഗങ്ങളൊക്കെ മാറിപ്പോകും. ചികിത്സിക്കേണ്ട എന്നല്ല പറഞ്ഞു. എന്ന് പറഞ്ഞാല് നമ്മളെ മനുഷ്യന്റെ ആദര ശുശ്രൂഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ആ സംഗതിയിൽ പോലും ഭയങ്കരമായ വിഷാംശങ്ങളുണ്ട്. അടുത്ത് നോക്കുക, വിദ്യാഭ്യാസം നല്ല 1ാം ക്ലാസ് കച്ചവടമാക്കി മാറ്റുന്നു. വിദ്യാഭ്യാസം പണക്കാരന് മാത്രം പ്രാപ്യമാകുന്ന ഒരു സംഗതി. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ് വിദ്യാഭ്യാസം. അത് ഹയർ എഡ്യൂക്കേഷൻ, അതായത് മുകളിലോട്ട് പോകുന്നതോറും പണമുള്ളവന് വിദ്യാഭ്യാസം നൽകും. അതായത് 50 ലക്ഷം രൂപ എടുത്ത് 25 ലക്ഷം രൂപ എടുത്ത് അഡ്മിഷൻ വാങ്ങുന്ന MBBS-കാരൻ, MD-കാരൻ പിന്നെ വരുന്ന ആളുകളെ കഴുത്തിൽ കത്തി വെക്കാതെ പണം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോ വിദ്യാഭ്യാസത്തിലൂടെയാണ്. അത് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയാലും വിദ്യാഭ്യാസം വേണ്ട. പിന്നെ മറ്റൊന്നുള്ളത് രാഷ്ട്രീയമാണ്. അത് ഏറ്റവും നല്ല പണം ഉണ്ടാക്കാനുള്ള വഴി. അഴിമതിയെ പറഞ്ഞ് കേൾക്കണമെന്ന് നമ്മളുണ്ട്. രാഷ്ട്രീയം അതൊരു സേവനത്തിന്റെ മാർഗമാണ്. നമ്മുടെ നാട്ടിലെ പരമ്പരാഗതമായ എല്ലാത്തരം വ്യവസായങ്ങളും താഴോട്ട് പോകുമ്പോ വ്യവസായമല്ലാത്ത സേവനത്തിന്റെ ആതുര ശുശ്രൂഷയും വിദ്യാഭ്യാസവും രാഷ്ട്രീയവും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതം. അത് ഫസ്റ്റ് ക്ലാസ് കച്ചവടമാണ്, ഗംഭീര കച്ചവടമാണ്. ഏതെല്ലാം തരത്തിലാണ് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേര് പറഞ്ഞ് പണമുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാട് നമുക്ക് നോക്കാൻ കഴിയും. ലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ് എന്തോ കാണാനും കേൾക്കാനും കുടിക്കാനും ഒക്കെ. അത് 1ാം ക്ലാസ് ഏറ്റവും നല്ല തട്ടിപ്പും ഏറ്റവും നല്ല പണം ഉണ്ടാക്കാനുള്ള മാർഗമായി 4 പ്രധാനപ്പെട്ട ഏരിയകൾ നമ്മൾ ആധുനിക ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല ആധുനിക ലോകത്ത് പരിശോധിച്ചാൽ പരമ്പരാഗത വ്യവസായങ്ങളും മറ്റൊക്കെ തകർന്നിട്ട്, അതായത് വിദ്യാഭ്യാസവും മതവും രാഷ്ട്രീയവും അതുപോലെ തന്നെ ആതുര ശുശ്രൂഷയും ഈ മേഖലകളിലൊക്കെ ജനങ്ങളെ വഞ്ചിച്ച് പണം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സംസ്കാരം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ബോധമില്ലെങ്കിൽ മനുഷ്യന്മാർ പണം ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കും. അപ്പൊ അത് ചെയ്യല്ലേ, തെറ്റാണ്. നാളെ അള്ളാന്റെ മുന്നിൽ ഇത് പറയേണ്ടി വരും. എന്ത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ചൂടാം, ദേഷ്യം. ഇത് തന്നെയാണ് അബൂജഹലും ശൈബത്തൊക്കെ ചെയ്തത്. അവരിങ്ങനെ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരായിട്ട് വലിയ ഹോസ്പിറ്റലുകളും മറ്റൊന്നും ഉണ്ടാക്കില്ല. അവരാ നാട്ടിലെ ആളുകളെയൊക്കെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കി അവിടെയൊക്കെ
വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇതൊക്കെ അനാവശ്യമാണ്, ഇതെല്ലാം ചെയ്യണ തെറ്റാണ്, ആളുകളെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്, അതൊക്കെ ഈ സ്വത്തൊക്കെ അള്ളൻ്റെതാണ്, അത് കിട്ടുന്നവന് ഇല്ലാത്തവനൊക്കെ കൊടുക്കണം, നിങ്ങൾ അനാവശ്യം കാണിക്കുക, അത് കയ്യിലുള്ളവൻ കാര്യക്കാരനാവരുത്, പാവങ്ങളെ സഹായിക്കണം, പാവങ്ങളുടെ കാരുണ്യം കാണിക്കണം. കാരണന്മാർക്ക് പിടിച്ചില്ല, എന്നും എല്ലാ കാലത്തും കാരണന്മാരുണ്ടാവും, ഭരണാധിപത്യം ആണ്. ഇപ്പൊ പുതിയ ആധുനിക ലോകത്ത് ജനാധിപത്യത്തിന്റെയും മറ്റിന്റെയും പേരുള്ള ഭരണാധികാരിമാർ പണ്ട് കാലത്ത് നാട്ടിലെ കാരണന്മാരായിരുന്നു. അപ്പൊ ഗോത്രവർഗ സംവിധാനത്തിൽ നിന്ന് മാറി ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവിടെ കാരണന്മാർക്ക് നല്ല കാഡിലാക് കാറുകളുള്ള BMW കാറുകളുള്ള വലിയ ഭരണകർത്താക്കളായി മാറി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോ ഇവിടെ നന്മ പറഞ്ഞു കൊടുത്തതിനെ അടിച്ചു, അടി കിട്ടിയിട്ടുണ്ട്, നോഹ് നബിക്ക് അടി കിട്ടിയിട്ടുണ്ട്, ഇബ്രാഹിം നബിയെ വായിപ്പിച്ചിട്ടുണ്ട്, തീയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാട്ടിൽ നടക്കുന്ന തിന്മയെ സംബന്ധിച്ച് സംസാരിച്ചാൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങളെ പിടിക്കും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കൊമ്പന്മാർക്കൊന്നും പിടിക്കൂല. അവർ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരെ ഒരുപാട് ഉപദ്രവിച്ചതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉപദ്രവിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നീ ഭരണമല്ലാത്ത വേറെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ എതിർക്കില്ല എന്നുള്ളതാണ്. ലേശം അഡ്ജസ്റ്റ്മെന്റ് നീക്കുപോക്കൊക്കെ വേണ്ടേ? നിങ്ങളെ ദൈവങ്ങളെ എല്ലാത്തിനും കുറ്റം പറയാ, ഞങ്ങളെ പ്രഭാഷകളെല്ലാം കുറ്റം പറയാ, നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയാ, ഞങ്ങൾക്ക് ഇങ്ങനെ പലിശയ്ക്ക് പണം വാങ്ങാൻ പറ്റില്ല, ഇങ്ങനെ എല്ലാം കൂടെ ഒന്നടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ. ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറില്ലെങ്കിൽ അവർ വിത്തനുണ്ടാക്കുന്നതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവര് നാം നിനക്ക് ദിവ്യബോധനം നൽകിയത് മാറ്റിച്ച് വേറെന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി നിന്റെ അടുത്ത് വിത്തിനുണ്ടാക്കാതിരുന്നിട്ടില്ല, കുഴപ്പമുണ്ടാക്കാതിരുന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവർ നിന്നെ സുഹൃത്തായി സ്വീകരിക്കും, ഖലീലായി സ്വീകരിക്കും എന്നൊരു പറഞ്ഞത് കേട്ടോളാം. കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ലഘും തീരുന്നതും വലിയത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എന്റെ ജീവിതം. ഈ നിഷേധിക്കുന്ന ആളുകളെ പറ്റി നീ പറയാം, നാം ആരാധിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്നു, നമ്മൾ വെറും ആരാധനയിൽ മാത്രമാണ് കാണുന്നത്, അല്ല ജീവിതമാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന പണിയൊന്നും ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യുന്ന പണിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളെ തീരും, എനിക്ക് എന്റെ തീരും എപ്പോഴും എന്നുള്ളതായിരിക്കും. അപ്പൊ അത് ലോകത്തിനെയും കൂടെ സ്വാംശീകരിച്ച് പറഞ്ഞാണെന്ന് തെറ്റിദ്ധാരണയിൽ പണ്ഡിതന്മാർ പറയാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളത് എനിക്ക് എന്റെ തീരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ആദർശത്തിൽ നിന്ന് മാറില്ല എന്നുള്ള അവസ്ഥ എന്നും എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. അതായത് അപ്പൊ അവര് ഇങ്ങനെ നോക്കുമ്പോ പ്രവാചകന്റെയും പ്രബോധന പ്രവർത്തകരുടെയും മനസ്സിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഒരു ചിന്ത ഉണ്ടാവാതില്ല. ഇത്രയും അടുത്ത് പറയണം, കുറച്ചൊരു മയത്തിൽ പറഞ്ഞാൽ ചില ആളുകളെയൊക്കെ കിട്ടൂലേ. ചില കാരണന്മാരെയൊക്കെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ദീനിലേക്കെങ്ങാനും വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവില്ലേ എന്ന് മഹാനായ സൃഷ്ടി ശ്രേഷ്ഠനായ അള്ളാഹു ഏറ്റവും ഉത്തമനെ നമ്മൾ കാണിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഒരു നേരിയ ചിന്ത ഒരു കാലത്തുണ്ടായി എന്നല്ല പറയാം. ഏത് നാട്ടിലെ കൊമ്പന്മാരെ കുറച്ചൊക്കെ പ്രതി ദീനൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സന്ദർഭത്തിൽ അവർക്ക് ദീനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനൊരു ശക്തി കിട്ടൂല്ലോ എന്ന് പറയും. അതാണല്ലോ അപസവർത്തമല്ല നമുക്ക് വിശദീകരിക്കുക. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണുവട്ടം അവിടെ കയറി വന്ന് എനിക്ക് നീ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ഒരു നീരസം കാണിച്ച് അപ്പോ അല്ല ജിബ്രീലിനെ വിട്ടിട്ട് പറഞ്ഞു, ഒരു അന്തം കയറി വന്നപ്പോ മുകളിൽ വിളിച്ചു, എന്താണ് ഉദ്ദേശം? ഈ ഒരു വരവമ്പന്മാരെ നീ പഠിപ്പിച്ച് ഇസ്ലാമിനോട് സ്ഥാപിച്ചിട്ട് നീ വലിയ നേതാവ് അങ്ങനെയൊന്നല്ല, സത്യം സ്വീകരിക്കണം, സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അതായത് ഞാൻ നിന്നെ ശക്തമായി ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നീ കുറച്ചൊക്കെ അവരോട് ചാടി പോകുമായിരുന്നു. ഞാനല്ലേ പറയുന്നത്? അല്ലാഹു റസൂലിനെ കുറിച്ച് പറയാ, നാം ഈ ആദർശത്തിൽ നന്മ ഏത് തിന്മ ഏത് ശരി ഏത് തെറ്റേത് എന്ന കാര്യത്തിൽ നിന്നെ വിട്ടിട്ട് നിന്നെ നാം മനസ്സിൽ ഉറപ്പിച്ചു നിർത്തിയത് കൊണ്ടാണ് നീ അവിടെ അങ്ങനെ നിന്നത്. നീ അങ്ങനെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ നീ കുറച്ചൊക്കെ ചാഞ്ഞു പോകുമായിരുന്നു. തറപ്പുരയിലേക്കും ഷെയ്ഖൻ ഖലീല, ഒരു ലേശത്തിൽ നീ ചാഞ്ഞു പോകാൻ. എന്നിട്ട് എന്താ പറയാന്നറിയാം? ഇദൻ ലഅദഖനാ ലഅഫൽ ഹയാതി വലഅഫൽ മമാതി ثم لا تجد لك علينا نصر. അങ്ങനെ എങ്ങാനും നീ ചെയ്തിരുന്നെങ്കിൽ ജീവിതത്തിലും മരണത്തിലും നിന്ന് നാം ഇരട്ടി ശിക്ഷ അനുഭവിപ്പിക്കുമായിരുന്നു എന്ന് പ്രവാചകനോട് പറയാം. നീ എങ്ങനെയെങ്കിലും നീക്കുപോക്കിന് തയ്യാറായിരുന്നെങ്കിൽ ഇരട്ടി ശിക്ഷ നാം അനുഭവിപ്പിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്കതിൽ നിന്നെ സഹായിക്കാൻ ഒരു സഹായം നിനക്കുണ്ടാവില്ല. നാമങ്ങാനം നിന്നെ ശിക്ഷിക്കാൻ പോയാൽ മുഹമ്മദേ നിനക്ക് ഒരു സഹായം നമുക്കതിൽ നീ കാണുകയില്ല എന്ന ശക്തമായ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം.
ഇനി ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാതെ ഇരിക്കുമ്പോൾ എന്താ പറയാ അവരെ ഈ ഒരു സംഗതിയിൽ നിന്ന് യാതൊരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറല്ല, സത്യവിശ്വാസത്തിന്റെ വീതിയിൽ നിന്ന് വിടാൻ തയ്യാറല്ല എന്ന് പറയുമ്പോ അവരെന്നെ വരട്ടും, നാട്ടിൽ നാട്ടിയൊട്ടിക്കാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനുമുള്ള ശ്രമങ്ങളും കുത്സര ശ്രമങ്ങളും ഒക്കെ തുടങ്ങും. അത് തുടങ്ങിയവര് അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഒക്കെ നാട്ടിൽ നിന്ന് നബിയെ പായിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം നിർബന്ധമായി എത്തുന്നവരില്ലാതെ പായേണ്ടി വരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാഗ്ദാനം പറഞ്ഞു, അങ്ങനെ അവര് നിങ്ങൾ പായിപ്പിച്ചാൽ എന്റെ ആ പുറപ്പെടലിന് ശേഷം അവർ കുറച്ചു കാലമല്ലാതെ അവിടെ ജീവിക്കില്ല. സംഭവിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് വായിപ്പിച്ച് മദീനയിലേക്ക് പോയി. 2-ാം വർഷം ബദർ നടന്നു, പിന്നെ വഹദ് നടന്നു, ഖന്ദഖ് നടന്നു, പിന്നെ അവസാനം മക്ക. 10 കൊല്ലം കൊണ്ട് ആ ജനതയും അവരുടെ സംസ്കാരവും കംപ്ലീറ്റ് നാമവിശേഷം. ബദറിൽ തന്നെ 70ഓളം ആളുകൾ അവരുടെ വിരണശൂര്യരായ വീരപരാക്രമികളെല്ലാം നടുവടിഞ്ഞു വീണു. പിന്നെ ബാക്കിയുള്ള പാവങ്ങളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. ഒരുവിധം മാന്യന്മാരും അന്തസ്സുള്ളത് സമ്പൂർണമായിട്ടും മക്ക അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ കാൽ കീഴിൽ വരുന്നതാണ് പിന്നെ കാണുന്നത്. അല്ലാഹു പറഞ്ഞു, നിന്നെ സത്യവിശ്വാസം പറഞ്ഞു കൊടുക്കുന്ന, സത്യവും ന്യായവും നീതിയും പറഞ്ഞു കൊടുക്കുന്ന ജനസമൂഹത്തെ പുറത്താക്കാൻ ശ്രമിച്ചാൽ പിന്നെ കൂടുതൽ കാലം അവിടെ ജീവിക്കില്ല. വലിയൊരു പാഠമുണ്ട്. വലിയൊരു പാഠമുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിമാണെന്ന് പറയുന്നവന് അവൻ ന്യൂനപക്ഷമാണെങ്കിൽ രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അസഹിഷ്ണുത ആസൂത്രിതമായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ബീഫിനുള്ള ഓടോ അപ്പുറത്ത് വേറെ രാജ്യത്ത് പോയി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് പറഞ്ഞ എന്തിന്റെ പേരിലാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പേരുള്ളവരൊക്കെ ഭയങ്കര ഇസ്ലാമിന്റെ ആളായിട്ട് നടക്കുന്നില്ല. അവർക്ക് മുസ്ലിം പേരുണ്ടെന്ന് മാത്രമാണ്. ഇപ്പോ അവർ അള്ളാഹു ഏകനായ അള്ളാഹു വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം രാജ്യത്ത് താമസിക്കാൻ പറ്റൂല എന്ന് പറയുന്ന തരത്തിലുള്ള അസഹിഷ്ണുത സാധാരണക്കാരൊന്നുമില്ല. അങ്ങ് കൊമ്പം ഭരണകൂടത്തിന്റെ ആളുകൾ മുതൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെയുള്ള സ്ഥലങ്ങളിൽ ഇതിങ്ങനെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിന്റെ നാനാഭാഗത്തും മയക്കുവെച്ചിങ്ങനെ പ്രസംഗിക്കുന്നു. ഇത്തരം ആളുകൾ ഓരോ ആഴ്ച ചീച്ചുന്ന വിഷം എങ്ങനെ കളക്ട് ചെയ്തിട്ട് കടലിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ ആ കടലിലെ ജീവികൾ മുഴുവൻ ചത്തുവും. അത്രയധികം ഭീകരമായ വിഷമാണ് ആണും പെണ്ണുമായി ഈ നാട്ടിന്റെ നാനാഭാഗത്തും ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. അസഹിഷ്ണുത എല്ലാ സ്ഥലത്തും അസഹിഷ്ണുത. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ഉണ്ടായാൽ ഒട്ടനെ അസഹിഷ്ണുത. ഒരു പാവപ്പെട്ടവരെ സഹായിച്ചാൽ അസഹിഷ്ണുത. ഒരുത്തന് ഒരു മാടിന്റെ പിറകെ നോക്കിപ്പോയാൽ അവിടെ അസഹിഷ്ണുത. ഇങ്ങനെ അസഹിഷ്ണുത കോഴിക്കോടും അപ്പുറത്തുനിന്ന് പച്ചയായിട്ട് മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ പ്രസ്താവന നടത്തുന്നു. എന്നിട്ട് അതിന് വളമിച്ചെടുക്കുന്നുണ്ടോ? അതിന് മറ്റുള്ളവർ കൂട്ടുന്നു. അസഹിഷ്ണുത എന്താ? യഥാർത്ഥത്തിൽ പണ്ട് നടന്നു തന്നെയാണ്. നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു സമൂഹത്തെ നിലനിർത്താൻ സന്നദ്ധരല്ലാത്ത ഒരു മനസ്സുള്ള മനുഷ്യന്മാരാണ്. ഇതെങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതേ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അവരവിടെ ഉണ്ടാവൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ചെയ്യുന്ന ആളുകള് ഇത്തരം സത്യവിശ്വാസം സ്വീകരിച്ച മനുഷ്യന്മാരെ പുറത്താക്കാൻ നടക്കുന്ന ആളുകളുടെ ജീവിതം എല്ലാ കാലത്തും ആരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ലല്ലോ. ബദറും വഹദും ഖന്ദഖും മാത്രമല്ല നടന്നത്, തൂഫാൻ നടന്നിരുന്നു. മൂസാ നബിയെ പുറത്താക്കിയ ഫിറഔന് സംഭവിച്ചത് വെള്ളത്തിൽ മുക്കി കൊല്ലുകയാണ് ചെയ്തത്. നൂഹ് നബിയെ പുറത്താക്കാൻ ശ്രമിച്ച ആളുകൾ തൂഫാൻ വന്നു, വെള്ളം കയറി. വെള്ളം എപ്പോഴും കയറാനുള്ളത് നമുക്ക് ഭയങ്കര തെളിവൊന്നും ഒരുപാട് തെളിവൊന്നും അന്വേഷിച്ചുകൊണ്ടല്ലോ. എവിടെയും എപ്പോഴും വെള്ളം കയറാം. 10,000 കോടി ഡോളറിന്റെ ആസ്തിയുള്ളവർ ഒരു പൊതി ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ കേഴുന്ന് വയറ് കൈവച്ച് നടക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. എത്ര പണ്ടുണ്ടായിട്ടും പ്രതാപം ഉണ്ടായിട്ടും നല്ല വിവരം ഉണ്ടായിട്ടും ഒന്നും കാര്യമില്ല. ഇപ്പൊ വെള്ളം എപ്പോഴും അനുമോഹനത്തിന്റെ കാലത്തായിട്ട് കേറി അടിച്ച് സകത്ത് കളഞ്ഞു. ഇപ്പൊ സത്യവിശ്വാസത്തിന്റെ ആൾക്കാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു 1-ാം ക്ലാസ് മനോബലമാണ് യഥാർത്ഥത്തില് സത്യവിശ്വാസികള് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്യാരണ്ടീഡാണ്. അവരെ എവിടെയും സംരക്ഷണം ഗ്യാരണ്ടീഡാണ്.
അത് ഇത് ഇന്നൊന്നും തുടങ്ങിയ പണിയല്ല. സുന്നത മൻ ഖദ് അർസൽനാ ഖബലക മിൻ റുസുലിനാ വലാ തജിദു ലിസുന്നത്തില്ലാഹി തഅവീല. മുഹമ്മദ് നിന്റെ കാലത്ത് പുതുതായി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടൊന്നുമല്ല. ഈ നടപടിക്രമം മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്ത് നാം അനുവർത്തിച്ചു വന്നതാണ്. കാലാന്തരത്തിൽ പ്രവാചകന്മാരില്ലാത്തപ്പോഴും സത്യവിശ്വാസികളെ അസഹിഷ്ണുക്കളാക്കിയും അതുപോലെ തന്നെ പ്രയാസപ്പെടുത്തിയും ബുദ്ധിമുട്ടും നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കാനുള്ള ശ്രമങ്ങൾ അരങ്ങേറുമ്പോൾ ആ വിശ്വാസികൾക്ക് നീ ഓതിക്കൊടുക്കേണ്ട ഇതാണ് അഖീമുസ്സലാത്ത്. നിങ്ങൾ ഉടനെ വളരെ വെട്ടാനെന്നല്ല പറഞ്ഞ അഖീമുസ്സലാത്ത്, നിങ്ങൾ നമസ്കാരം നിർവഹിക്കൊള്ളുക. അതായത് 5 നേരം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഉച്ചതിരിഞ്ഞു മുതൽ രാത്രി വരെ, അതുപോലെ പ്രഭാതത്തിൽ ഖുർആൻ ഓതിയിട്ട് ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, നീ പ്രഭാതത്തിൽ ഖുർആൻ ഓതി നിസ്കരിക്കുമ്പോ അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. മാലാഖമാരുടെ സാക്ഷ്യം അതിനുണ്ടാവുന്നതാണ്. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിൽ ഒരു അല്പസമയം ഖുർആൻ ഓതി നീ തഹജ്ജുദ് നിസ്കരിക്കുക. പണ്ഡിതന്മാർ പറയുന്ന പ്രവാചകന് ഫർദ് മറ്റുള്ളവർക്ക് ഐച്ഛികമാണ് എന്നാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ ഒരുപാട് തരത്തിലുള്ള ഗുണഗണങ്ങളെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അവന്റെ ആത്മബലം കൂടും, മുഖപ്രകാശം കൂടും, അതുപോലെ ശരീരത്തിന് ആഫിയത്തുമുണ്ട്. അപ്പോ എല്ലാ ആളുകളും തഹജ്ജുദ് നിസ്കരിക്കുന്ന കുടുംബത്തിൽ ആലോചിക്കുക, രാത്രി കുറച്ചു നേരം ഉറങ്ങിയതിനു ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരത്തിനാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. എന്തിനാണ്? ഈ സംരക്ഷണം തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ട്രെയിൻ ചെയ്യാണ്. കൃത്യമായി നമസ്കരിക്കുക, അതോടൊപ്പം തന്നെ തഹജ്ജുദ് നമസ്കരിക്കുക. അപ്പൊ ഒരു ജനത, അതായത് ഒരാൾ സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നു ആത്മാർത്ഥമായി, അയാൾക്കുണ്ടാകുന്ന ഗുണഗണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീട് മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു, അങ്ങനെ ഒരു നാട് മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഒരു ജനത മുഴുവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആത്മവീര്യം ഉണ്ടാകുന്ന ഒരു ജനത ഉണ്ടാകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാഗ്ദാനത്തിന് സഹായം ഉണ്ടാവും. ആരും പിന്നെ ഭീഷണിപ്പെടുത്തൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട ഏർപ്പാടുകളും സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കും, നമ്മളിലൂടെ തന്നെ ഒരുക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ആട്ടിപ്പായിപ്പിക്കുന്ന, ഓട്ടിച്ചു കളയുന്ന, പിന്നോക്കക്കാരായ, അവഗണിക്കപ്പെടുന്ന, അഗണ്യകോടിയിൽ തള്ളിക്കളയേണ്ട ആളുകളാണ് എന്ന് ആരും പറയില്ല. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തതുപോലെ ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക്, സുദൃഢമായ ഒരു സ്ഥാനത്തേക്ക് തന്നെ നാം നിയോഗിച്ചേക്കാം, വളർത്തിക്കൊണ്ടുവന്നേക്കാം. നിനക്ക് അങ്ങനെ ഒരു സ്ഥാനം വന്നേക്കാം. അപ്പൊ സത്യവിശ്വാസ സമൂഹത്തിന് ഉന്നതമായ ഒരു സ്ഥാനം ലഭ്യമാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സംഗതിയും റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊള്ളുക, പടച്ചവനെ ഏത് കാര്യത്തിലായാലും, പ്രവേശിക്കുമ്പോഴായാലും പുറത്തു പോകുമ്പോഴായാലും നീ സത്യത്തിന്റെ മാർഗത്തിലൂടെ തന്നെ ആക്കണേ. എവിടെ എന്തിനു പ്രവേശിക്കുമ്പോഴും അത് സത്യം ഉറപ്പുവരുത്തുക, സത്യത്തിന്റെ മാർഗത്തിൽ തന്നെ നിലനിർത്തണേ തമ്പുരാനെ എന്ന് നീ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നിന്റെ അടുത്ത് നിന്ന് ഒരു ആധികാരികമായ ഒരു ശക്തി നീ എനിക്ക് നൽകണേ. സുൽത്താനൻ നസീറ എന്നാണ് പറഞ്ഞത്. അതായത് വൈജ്ഞാനികമായ ശക്തി ഉണ്ടാവും, പണപരമായ ശക്തി ഉണ്ടാവും, ആൾബലമായ ശക്തി ഉണ്ടാവും, അതുപോലെ തന്നെ ഭരണപരമായ ശക്തി ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള ശക്തിയും യഥാർത്ഥത്തിൽ സമുദായത്തിന്റെ ഉന്നമനത്തിന് അനിവാര്യമാണ്. അത് ലഭിക്കണമെങ്കിൽ ഈ രീതി വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. സൃഷ്ടിശ്രേഷ്ഠനായ മഹോന്നതനായ പ്രവാചകന് ഉത്തമ സ്ഥാനത്തെത്താൻ പ്രഖ്യാപിച്ചു കൊടുത്ത, നിർദ്ദേശിച്ചു കൊടുത്ത ഇത് തന്നെയാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിർദ്ദേശമാക്കിയിട്ടുള്ളത്. കൃത്യമായി നമസ്കരിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും സത്യത്തിന്റെ മാർഗത്തിലൂടെ അകത്തും പുറത്തും കിടക്കുകയും ചെയ്യുന്ന ഏത് സംഗതിയിലും, ഏത് ഇടപാടിലും ഏർപ്പാടിലും ഒക്കെ സത്യത്തിന്റെ പാതയിലൂടെ ഉറച്ചു നിൽക്കുവാനുള്ള, എന്നിട്ട് പിന്നെ മാത്രമല്ല ഇതാണ് സത്യമെന്ന് ഉറക്കെ പറയാനുള്ള ചങ്കൂറ്റവും തന്റെടവും കൂടി കാണിക്കുന്നതാണ്. ഈ സത്യം പുലർന്നു കഴിഞ്ഞാൽ സത്യം ഇതാ പുലർന്നു കഴിഞ്ഞിരിക്കുന്നു, അതായത് അസത്യം തകർന്നു പോയിരിക്കുന്നു. ഇന്നൽ ബാത്തില കാന സഹുഖ, ആ ബാത്തില് അതായത് അസത്യം, മിഥ്യ എന്നും തകരാനുള്ളത് തന്നെയാണ്. മിഥ്യക്ക് എത്ര ശക്തി ഉണ്ടായാലും, മിഥ്യക്ക് അധികാരമുണ്ടായാലും, മിഥ്യക്ക് പണമുണ്ടായാലും, മിഥ്യക്ക് ഭയങ്കരമായ ആർഭാടങ്ങൾ ഉണ്ടായാലും, മിഥ്യക്ക് ഒരുപാട് പൊലിമയുണ്ടായാലും മിഥ്യ സ്വയം നിൽക്കുന്ന ഒരു സംഗതിയല്ല. സത്യം മാത്രമേ നിൽക്കൂ. ലോക ചരിത്രം അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് സത്യത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന ഒരു ബോധത്തോടു കൂടി പെരുമാറണം. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. അതിന് ആ നിലയിൽ അധ്വാനിച്ച് വിജയം പ്രാപിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه
سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الكرام أوصيكم وإياي ثانيا بتقوى ബഹുമാനിയായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിതത്തിൽ മാനിച്ചുകൊണ്ട് ജീവിക്കണം. ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് ഉപദേശിക്കുന്നത്. ഈ വക സംഗതികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊണ്ടാൽ അത് മനസ്സിനൊരു നല്ല ഒരു ശക്തി കിട്ടും. മൊത്തത്തിൽ സമുദായം പേടിച്ചിരിക്കുക. ആഗോളാടിസ്ഥാനത്തിൽ എന്ത് നാശം ഉണ്ടായാലും മുസ്ലിം സമുദായത്തിന്റെ പേരിലാണ് നടക്കുന്നത്. IS ആയാലും KS ആയാലും PS ആയാലും സമുദായത്തിന്റെ ആളുകൾ നമ്മളിങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ ആയിപ്പോയല്ലോ. അതൊരു തരം മാനസിക ഭീതി, ഒരു തരം ഭീതിയും എന്തും പറയാൻ വേണം. ഒരേ കാര്യത്തിന് മുസ്ലിമായാലും ശിക്ഷ വേറെ, അല്ലാതെ ശിക്ഷ വേറെ. ഭരണകൂടങ്ങൾ മാത്രമല്ല, നീതിന്യായ കോടതികൾ പോലും അങ്ങനെയാണ് എന്നുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് നിർത്താൻ കഴിയും. നമ്മുടെ മുന്നിൽ കാണുന്നു. പ്രകോപന പ്രസംഗം നടത്തി എന്ന് പറഞ്ഞിട്ട് ചില ആളുകളെ ജനിപ്പിച്ചു, ചില ആളുകൾ റോഡിൽ ഇങ്ങനെ നടത്തുന്നു. മന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും കൂടെ കാണുന്നു. ഒരു നീതിപീഠത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വ്യസനമാണ്. സർക്കാരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വ്യസനമാണ്. കേരളം കുറച്ച് ഭേദമാണ്. നോർത്ത് ഇന്ത്യയും അതുപോലെ തന്നെ സിറിയയും അതുപോലെ പല രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ വേദനാജനകമാണ് സമകാലിക സാഹചര്യം. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്, ബേജാറ്, സങ്കടം, ദുഃഖം, ഇതൊക്കെ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. സമകാലികത്തിലെ യഥാർത്ഥ വിശ്വാസികളുടെ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നം. നമ്മളിന്ന് ദ്വാരക്കുകയും ഭക്ഷണം കഴിക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സഹോദരങ്ങൾ ഒരുപാട് കൊല്ലപ്പെടുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ ഒരു വിശ്വാസിയും വേദനയും പ്രയാസമുണ്ടാവും. അതവന്റെ മനസ്സിൽ ഭീതിയും വേദനയാണ്. അതൊരു മാനസിക രോഗമായിട്ട് വളർന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സത്യം പറഞ്ഞതൊന്ന് മനസ്സിലാക്കിയാൽ ആ മാനസിക രോഗം എന്ന് കുറയും, ഇല്ലാതാവുന്ന അതിന് പ്രതീതിയാണ്. ഈ ഖുർആനിലൂടെ നാം നിങ്ങൾക്ക് ഓതിത്തരുന്ന ഈ സംഗതി ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലെ ഇത്തരം ബേജാറുകൾക്കുള്ള ഒന്നാം ക്ലാസ് ഔഷധമാണ്. അത് ശിഫയാണ്. നിങ്ങളുടെ ഇത്തരം മാനസികമായ പ്രയാസങ്ങൾക്ക് ബേജാറ് പിടിച്ച് നടക്കേണ്ട ഒരു വിഭാഗം നല്ല സത്യവിശ്വാസിയാണ്. അത് പറയാം, നിങ്ങളങ്ങനെ ബേജാറിന് പിടിക്കേണ്ടതില്ല. ഇതിന് മുമ്പ് ഇതൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് ഈ ഖുർആൻ. ഈ ഖുർആനിലെ ഓരോ ആയത്തും, ഓരോ അധ്യായവും, ഓരോ ആദർശവും, ഓരോ നിർദ്ദേശവും സത്യവിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ നോക്കേണ്ട രീതിയിൽ നോക്കുകയും പഠിക്കേണ്ട രീതിയിൽ പഠിക്കുകയും ചെയ്യാം. ഖുർആനെ സമീപിക്കേണ്ട രീതിയിൽ സമീപിച്ചാൽ നമ്മുടെ മനസ്സിന്റെ പ്രയാസങ്ങളെല്ലാം അകറ്റിക്കളയുന്ന ഒരുപാട് സംഗതികൾ കുളിർമ ഖുർആൻ നമുക്ക് നൽകും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇതിനെ നിഷേധിക്കുന്നവർക്ക് നഷ്ടമല്ലാതെ മറ്റൊന്നും ഈ ഖുർആൻ വരുത്തുകയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം പ്രഖ്യാപിച്ച ഒരു നടപടിക്രമമാണ്. ഖുർആനെ എതിർത്തുകൊണ്ട്, ഖുർആന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ വിജയം നേടാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അവരെ നഷ്ടത്തിലായിരിക്കും. എന്നാണ് അവർക്ക് നഷ്ടം വരുന്നില്ല. നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല, വർദ്ധിപ്പിച്ചു കൊടുക്കുകയില്ല. ഓരോ നിമിഷവും അവർക്ക് നഷ്ടമേ വർദ്ധിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പൊ ഖുർആൻ അംഗീകരിക്കുന്ന ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ശിഫാഉം റഹ്മ, അവർക്ക് ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും എന്നതുപോലെ നിഷേധിച്ച് നടക്കുന്ന ആളുകൾക്ക്, അതിനെ മോശമായി ചിത്രീകരിച്ചിട്ട് പുറത്താക്കാൻ നടക്കുന്ന ആളുകൾക്ക് ഇത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കും വിധം ഖുർആൻ എന്ന് പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പറഞ്ഞെന്ന് വരുന്നുണ്ടോ. നമുക്ക് വേറെ ഒരുപാട് സംഗതികൾ, ജന്തുവിന്റെ കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കുക, പിന്നെ സംഘടനയുടെ കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കുക, അതിന്റെ അകത്ത് കിടന്ന അടിയും കുഴപ്പമൊക്കെ ഉണ്ടാക്കി. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ആക്കിയത് തന്നെ കുറേ കാലഘട്ടത്തിലെ ശത്രുക്കളുടെ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഓരോ സംഗതികൾ അല്ലാഹു ഖുർആൻ റസൂലും പറയാത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരും. ഇനി കൊണ്ടാകുന്നേ വിദിനം വരാൻ പോകുന്നുണ്ട്. റഹ്മാനായ തമ്പുരാന്റെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കഴിഞ്ഞ വർഷം ഉണ്ണിയേശുവിനെ പോലെ ഉണ്ണി മുഹമ്മദ് അങ്ങനെ ആനയിച്ചുകൊണ്ട് നടക്കുന്ന പുതിയ 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 ദീനുൽ ഇസ്ലാമുകൾ ഇങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ അറിയുന്നത് കാണാൻ കഴിയും.
പുതിയ തരം ഏർപ്പാടുകൾ, പുതിയ തരം ഇബാദത്തുകളാണ്. ഇങ്ങനെയാണ് ഉണ്ണിയേശുവിനെ നമുക്ക് ഞാനിങ്ങനെ കണ്ടോണ്ടത് ഉണ്ണി മുഹമ്മദിനെ ഇങ്ങനെ ലോറിയിൽ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് പോകും. യഥാർത്ഥത്തിൽ ഈ സമുദായം എന്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അതുള്ള പറഞ്ഞു പഠിപ്പിച്ചത്. പക്ഷെ ആരും നമ്മൾ ഇത് ലേബലിൽ വെച്ചുകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകളാണ്. അപ്പൊ അത്തരം കാട്ടിക്കൂട്ടലിൽ നിന്നൊക്കെ മാറി ഈ ഖുർആാനുള്ള ആഴത്തിൽ പഠിക്കും. അഭിപ്രായവ്യാസങ്ങൾ അബൂബക്കർ ഉമർ തമ്മിൽ അഭിപ്രായവ്യാസം ഉണ്ടായിരുന്നു. ഇമാം ഷാഫി, ഹംബലി, മാലിക്കൊക്കെ ഒരുപാട് ഷിയാക്കളൊക്കെ വിഭാഗങ്ങളുണ്ട്, പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ യോജിക്കാവുന്ന ഒരു സംഗതിയുണ്ട്, പരലോകം. അത് അവിടെ എടുത്തു, അവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളത്. അതുകൊണ്ട് ആ ഹൃദയവിശാലതയോടുകൂടി യോജിക്കാൻ കഴിഞ്ഞാൽ സത്യവിശ്വാസം വളരെ ഫീബിളാണ്, വളരെ ദുർബലമാണ്. ദുർബല വിശ്വാസികളോ വിജയിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ശക്തരായ വിശ്വാസികളാവുന്നതിന് വേണ്ടി ഖുർആനിലേക്കൊന്നും ഇറങ്ങില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പ്രവാചകന്റെ പേരിൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലൊന്നും ചെയ്യുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി ഖുർആനിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് സൂറത്ത് ഇസ്രായേലിലെ അൽ-ഇസ്രായിലെ 78 മുതൽ 84 വരെയുള്ള ആയത്തുകളാണ്. 2 ആയത്ത് വിട്ടുപോയി, വിട്ടുതന്നെ പോലെ സമയമില്ലാത്തതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. എന്നിട്ട് ശിഫയാണ് എന്ന് ഒരു വിഷയം വരുമ്പോൾ ഖുർആനിന് ശിഫയുണ്ട് എന്ന്, അത് എവിടെയാണ് ശിഫ എന്ന് കണ്ടുപിടിക്കാൻ ഖുർആന്റെ ആ സൂക്തം നമ്മുടെ തലച്ചോറിൽ എത്തണം, അല്ലെങ്കിൽ കർണപടങ്ങളിൽ ഒന്നും നരടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മസ്തിഷ്കത്തിലൊക്കെ ഇങ്ങനെ തത്തിക്കളിക്കണം. ഇതിനെ എതിർക്കുന്നവന് ഹസാറായി പോവും, നഷ്ടമായി പോവും എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോ ആത്മബലത്തോടുകൂടി സത്യവിശ്വാസിക്ക് ദുനിയാവിൽ ജീവിക്കാം. അതിന്റെ അനന്തരഫലം ആഖിറത്തിലെ ഏറ്റവും മഹത്തായ സ്വർഗ്ഗാരാമമാണ്, ഫിർദൗസാണ്. അങ്ങനെ വളർന്നു പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رضنا أبو بكر وعمر وعثمان وعلي وحمزة والعباس والحسن والحسين عن بقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും തെറ്റുകുറ്റുന്ന നീ പുറത്തും അപാലിതരാണ് തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, നട്ടാറുകളും സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തും അപാലിതരാണ് തമ്പുരാനെ. ഞങ്ങളുടെ മുന്നേ മുന്നിലെത്തിയ ആൾക്കാരുടെ അവരുടെ ഞങ്ങളുടെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങൾ സമ്പത്തിൽ നന്മ വർദ്ധിപ്പിച്ചേരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം നീ ശിഫിയാക്കി കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ സാമ്പത്തികമായും ശാരീരികമായുള്ള പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടകളെല്ലാം വീട്ടിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തികളിലും കച്ചവടങ്ങളിലും കൃഷിയിലും ഉദ്യോഗത്തിലും ഞങ്ങൾ ബന്ധപ്പെടുന്ന നല്ല ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. യഥാവിധി ഖുർആൻ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ഖുർആന്റെ ശീതളഛായയിൽ ശാന്തമായ ജീവിതം നയിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റാളിയത്തും മർളിയത്തായി ഞങ്ങളെ നീ മരിപ്പിക്കണേ തമ്പുരാനെ. നിന്നെ ഞങ്ങൾ തൃപ്തിപ്പെട്ടു, നീ തൃപ്തിപ്പെട്ടു എന്നുള്ള മഹത്തായ ആ ഒരു പദവിയിലാക്കി നീ ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിന്റെ പ്രകാശ ബിരുദങ്ങളാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. സ്വർഗ്ഗത്തിൽ ഫിർദൗസിൽ നിന്ന് ലിഖാഅ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം തരണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിക്കണേ നാഥ തമ്പുരാനെ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.